ഇത്രയും ടേസ്റ്റുള്ളൊരു അടിപൊളി വെജിറ്റബിൾ അച്ചാർ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മാങ്ങഞ്ചിയാണ് കേട്ടോ. മാങ്ങഞ്ചി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം. ഞാൻ വട്ടനയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം നമ്മൾ സാദാ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇതാക്കിയെടുക്കുന്നത്. നല്ലവണ്ണം മൊരിച്ച് എടുക്കണം കേട്ടോ. ഇത് ഓമക്കായയാണ്. ഓമക്കായ, പപ്പായ എന്നൊക്കെ പറയും. ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, കോവക്കയും കൈപ്പക്കയും ചെറുതായി നുറുക്കിയത്, ഈത്തപ്പഴം, കടുക്, ഉലുവ, ചെറിയ ജീരകവും പാടെ ചട്ടിയിൽ വെറുതെ വറുത്ത് വെച്ചതാണ്. അത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി, വെജിറ്റബിൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. പിന്നെ അച്ചാർ പൊടിയും സുർക്കയും കായംപൊടിയും ഉപ്പൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങഞ്ചി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വെക്കാം. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് അച്ചാറൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട്. വെജിറ്റബിൾ അച്ചാർ നല്ല നമുക്ക് എന്തൊക്കെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് അതൊക്കെ കൂട്ടാൻ പറ്റും, ബീട്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. നമ്മളുടെ അടുത്തുള്ളത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മളുടെ കൈപ്പക്കയും കോവക്കയും പാടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊക്കെ വഴറ്റി നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മൾ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇത് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയാണ് ഈ അച്ചാർ ഞാൻ ഇടുന്നത്. ഒരു കസ്റ്റമർ പറഞ്ഞു, വെജിറ്റബിൾ അച്ചാറൊന്നും ഉണ്ടാക്കി തരുമോ ഗൾഫിലേക്ക് കൊടുത്തയക്കാനെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മുടെ കൈപ്പക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ അച്ചാറിന് നല്ല ടേസ്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ കൈപ്പക്കയും കോവക്കയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റി വെക്കാം. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഒരു മണം വരും അച്ചാറിന്. ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഓമക്കായ ഇട്ട് കൊടുക്കാം. ഓമക്കായ ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഓമക്കായ തോനെ നേരിട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് വെന്തു പോകുന്ന അതല്ലേ ഓമക്കായ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വലിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓമക്കായ ആയിട്ടുണ്ട്. അതും ഒന്ന് നമ്മൾ കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ കടുപ്പൊട്ടിച്ച് അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചട്ടിയിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. കണ്ടോ, 1 ടേബിൾ സ്പൂണ് ഉലുവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഉലുവ ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവയും കടുകൊക്കെ പൊട്ടി വരട്ടെ. ഇനി ഒരു പിടി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇത്തിരി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നമ്മുടെ അച്ചാറിന് നല്ല രുചിയാണ് കിട്ടുക. അപ്പോൾ ഇതൊക്കെ പാടെ ഒന്ന് നല്ലവണ്ണം സെറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതും നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരണം. നല്ല ഒരു ബ്രൗൺ കളർ മാതിരി മൊരിഞ്ഞ് വരണം കേട്ടോ നമ്മുടെ ഇഞ്ചിയൊക്കെ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമ്മുടെ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഒരു 10-15 ചുള ഈത്തപ്പഴമാണ് ഇത് ഉണ്ടാവുക കേട്ടോ. അതും നമ്മൾ അതിലിട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. കണ്ടോ, നല്ലോണം മൊരിഞ്ഞ് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. അപ്പോഴാണ് നമ്മളെ അച്ചാറിന്, വെജിറ്റബിൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അച്ചാർ പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടി ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി ഒരു പാക്കറ്റോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സുർക്കയാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത്. അത് നമ്മൾ വെജിറ്റബിൾ അച്ചാറല്ലേ, അതുകൊണ്ട് അത്യാവശ്യം സുർക്കയൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളെ വെജിറ്റബിളിലൊക്കെ പുളി നല്ലോണം പിടിക്കുകയുള്ളൂ.
അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് ഇതിൽ സെറ്റായി തിളച്ച് വരുമ്പോൾ നമുക്ക് വെജിറ്റബിളിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കണ്ടു. അപ്പോൾ ലേശം സുർക്ക കമ്മിയായിരുന്നു, അപ്പം കുറച്ചും കൂടി സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾ എല്ലാം ഒരു വലിയ വട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങഞ്ചിയും അതുപോലെ കൈപ്പക്കയും കോവക്കയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച അച്ചാറിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉണക്കമാങ്ങയാണ്, നമ്മൾ മാങ്ങ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടാവില്ലേ, അതാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, അതും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തു. ഉണക്കമാങ്ങ എങ്ങനെയാണ് സൂക്ഷിച്ച് മാങ്ങയുള്ളപ്പോൾ എടുത്ത് വെക്കുക എന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് നമ്മുടെ ഇതിൽ കയറി നോക്കാം, ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണക്കമാങ്ങ ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളത്. ഒരു ലേശം കൂടി അച്ചാർ പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നമ്മളിതിൽ അച്ചാർ പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം നമുക്ക് ഇളക്കി സെറ്റാക്കി ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കായപ്പൊടിയാണ് ഇടേണ്ടത്. ഉണ്ടല്ലേ, കായപ്പൊടി നമ്മൾ അതിനൊരു മണത്തിനും രസത്തിനും അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം, ഉലുവ, കടുകും പാട വറുത്ത് വെച്ചിരുന്നില്ലേ, അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് പൊടിച്ചെടുത്തത് ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക്, വെജിറ്റബിൾ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ്. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഗൾഫിലേക്ക് കൊടുത്തയക്കാനാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇത് സുർക്ക നല്ല വെള്ളം പോലെ മുകളിൽ നിൽക്കുന്നത് പോലെ ആക്കിയിട്ടില്ല. അത് ഗൾഫിൽ പോയിട്ട് അവർ അവിടെ നിന്നും കുറച്ച് സുർക്ക ഒഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് ഇനി നമ്മളൊരു ബോട്ടിലിൽ ആക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോകൾ നമ്മുടെ വീഡിയോയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുക.